ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഓന്ത് പോലും ഓന്തിന്റെ അസോസിയേഷൻ രൂപീകരിക്കുകയാണ് എന്റെ നേതാവ് വന്നിട്ട് ഇയാളെ മുമ്പിൽ നമിച്ചിട്ട് പറയും, ഏമാനെ നിങ്ങളെത്തിക്ക് നമ്മൾ എത്തൂലാട്ടോ. നോക്കുങ്ങള്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ താജുൽ ഉലമയുടെ മദ്ഹബിലാണ്. ഹഖ് ബാത്തില് അതിന്റെ ഇടയിൽ ഒന്നില്ല. അതൊക്കെ താജുൽ ഉലമ തന്നെ ഇവിടെ വന്ന് പറയും. അതാണ് ഇ.കെ. ഉസ്താദ്, അതാണ് ശംസുൽ ഉലമ. അതാണ് നമ്മൾ പറയുന്നത്, ശംസുൽ ഉലമയാണ് പിൻപറ്റപ്പെടാൻ പറ്റിയ ഒരു ആലിമുണ്ടെങ്കിൽ അത് ശംസുൽ ഉലമയാണ്. നമ്മൾ പിൻപറ്റുന്നത് അവരെയാണ് എന്ന് നമ്മൾ തീർത്തു പറയുന്നത് അതുകൊണ്ടാണ്. അല്ലാഹുവെ അല്ലാതെ ഞങ്ങൾ ഭയപ്പെടുകയില്ല. അതാ ഞങ്ങളെ താജുൽ ഉലമ പഠിപ്പിച്ചത്. സ്വന്തം ഉസ്താദ് പറഞ്ഞതിനെതിരെ പറഞ്ഞപ്പോ, ഉസ്താദിനെതിരെ എന്നൊരു വാദം വന്നപ്പോ ഹക്ക് ഞാൻ പറയും, അതിനെതിരെ ഉസ്താദ് പ്രശ്നമാണെങ്കിൽ പഠിപ്പിച്ച ഇൽമ എടുത്തോ എന്ന് പറഞ്ഞ നേതാവിന്റെ അനുയായികളായ ഞങ്ങൾ അത് പഠിച്ചു വെച്ചോളൂ. ശരിക്കും ഒരു തവണ പറഞ്ഞു ഷാ വലിയുല്ലാഹി ദഹ്ലവിന്റെ ഒരു കഥ. അവരെ പള്ളിക്കടുത്ത് ഒരു ഷെയ്ഖ് വന്നു, വേറൊരു പറഞ്ഞെന്നാ. ഈ ഷെയ്ഖിന്റെ ലക്ഷ്യം ഷാ വലിയുല്ലാഹി ദഹ്ലവി പറഞ്ഞ ഈ വലിയ മുദല്ലിസും മുസന്നിഫും ആയ ഈ മഹാപണ്ഡിതനെ പിടിച്ചാൽ പിന്നെ എല്ലാവരും പിടിക്കാൻ കിട്ടും. അപ്പോൾ ഷെയ്ഖിന്റെ ലക്ഷ്യം ഷാ വലിയുല്ലാഹി ദഹ്ലവിനെ പിടിക്കല. ഭയങ്കര ഇബാദത്ത്, രാത്രി മുഴുവൻ ഉറക്കൊഴിച്ച നിസ്കാരം, പകലിൽ മുഴുവൻ നോമ്പ്, ജഗ പുക ദിക്റും പരിപാടി. അങ്ങനത്തെ ഒരു നല്ല മനുഷ്യനാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആൾക്കാരൊക്കെ വന്ന് ത്വരീക്കത്ത് വാങ്ങലും ജഗ പുക. ഇനി വരാത്തത് ആരെന്നുള്ളൂ? ഈ ഷെയ്ഖിൻ്റെ കള്ള ഷെയ്ഖിൻ്റെ മുഖ്യ ലക്ഷ്യമായ ഷാ വലിയുല്ലാഹി ദഹ്ലവി വരാത്തുള്ളൂ. ആ മൂപ്പരെങ്ങനെ ചോദിക്കും. അപ്പോൾ ആൾക്കാരിങ്ങനെ പോയി പറയും, ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദിക്ർ എന്തൊക്കെയാണെന്ന് ചോദിക്കും. ദിക്ർ നോക്കുമ്പോൾ നല്ല മുന്തിയ ദിക്റുകൾ, ശരിക്കും ഹദീസിൽ വാരിതായ നല്ല ദിക്റിന് കുഴപ്പമില്ല. മൂപ്പരെ ജീവിതം എങ്ങനെ? മൂപ്പരെന്നും നോൻപാണ്, രാത്രി ഉറങ്ങാതെ നിൽക്കാറാണ്. അപ്പോൾ ഷാ വലിയുല്ലാഹി ദഹ്ലവി ഒരു ദിവസം രാവിലെ സുബഹിൻ്റെ ശേഷം പോയി നോക്കി. അപ്പോൾ ചെന്ന് ദിക്റൊക്കെ പറഞ്ഞെടുത്ത് വെച്ചാൽ ഇജാസത്ത് തരണമെങ്കിൽ ഇത് കുടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പര് സൂക്ഷിച്ച് നോക്കിയപ്പോൾ സംഗതി ലഹരി പദാർത്ഥമാണ്, മദ്യമാണ്. ഞാൻ കുടിക്കൂല, ഇത് നസ്സ് കൊണ്ട് ഹറാമാക്കപ്പെട്ടതാണ്, ഞാൻ കുടിക്കൂല എന്ന് പറഞ്ഞു. ഷാ വലിയുല്ലാഹി ദഹ്ലവി ആരോട് പറഞ്ഞു? ഷെയ്ഖിനോട് പറഞ്ഞു, നാനക്കിൻ്റെ തരീഖത്തില്ല, വേണ്ട എന്ന് പറഞ്ഞ് മൂപ്പര് പോന്ന്. അന്ന് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു. സ്വപ്നം തെളിവെന്നുള്ള നിലക്കല്ല പറയുന്നത്, ഈ വാഖിയത്ത് പറയാണ്, സ്വപ്നം കണ്ടു. അപ്പോൾ ഒരു റൂമിനുള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. പക്ഷെ ആ റൂമിൻ്റെ പുറത്ത് ഈ പറഞ്ഞ ഈ മദ്യം കൊടുത്ത ഷെയ്ഖുണ്ട്. ഈ ഷെയ്ഖ് ഷാ വലിയുല്ലാഹി ദഹ്ലവി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള റൂമിലേക്ക് കയറുന്നതിന് തടയുന്നു. അപ്പോൾ ഉറപ്പായല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ ഷെയ്ഖ് മുഖേന എത്തണമെങ്കിൽ ഉറപ്പായില്ലേ? ഉറപ്പായി. ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട. പിറ്റേന്ന് രാവിലെ എന്ത് ചെയ്തു? ഷാ വലിയുല്ലാഹി ദഹ്ലവി ഷെയ്ഖിൻ്റെ അടുത്ത് പോയി. അപ്പോഴും ഇതേപോലെ അനുഭവം, ഇജാസത്ത് തരണമെങ്കിൽ ഇത് കുടിക്കണം. അത് ഞാൻ കുടിക്കൂല, നസ്സ് കൊണ്ട് ഹറാമാക്കപ്പെട്ടതാണ്, കുടിക്കൂല അറിഞ്ഞ് എനിക്ക് തരീഖത്തില്ലേ പോകുന്നത്. അന്നും സ്വപ്നം കണ്ട്. സംഗതി വേറെ ആരെങ്കിലും ആണെങ്കിൽ ആദ്യത്തെ സ്വപ്നം കൊണ്ട് ഉറപ്പായി ഇത് ശരിയാണ്. ഇനിയിപ്പോൾ കള്ളുടിക്കൽ ഹറാമില്ല, ഷെയ്ഖ് പറഞ്ഞാൽ ഹറാമില്ല എന്നാണ് മനസ്സിലാവില്ലേ? ഷെയ്ഖ് പറഞ്ഞാൽ കള്ളുടിക്കൽ ഹറാമില്ല എന്ന് മനസ്സിലായി, എന്താ കാട്ടുക മനസ്സിലാവും. പക്ഷേ മൂപ്പരെ ഇൽമ കൊണ്ട്, മാരിഫത്ത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞു. പിറ്റേന്ന് സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടപ്പോൾ ഈ ഷെയ്ഖ് ഇതേപോലെ തടയുന്ന റൂമിലേക്ക് കയറാൻ സമ്മതിക്കണില്ല. അവിടെ നിന്നാണ്ട് കരഞ്ഞ് ഷാ വലിയുല്ലാഹ്. കരഞ്ഞപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പുറത്ത് വന്ന്, എന്താ ഈ കരയണ്? ഈ ഷെയ്ഖ് എന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് കയറാൻ അനുവദിക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് ഹബ് യാ കൽബ് എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖിനെ ഒരു അടിയാണ് കൊടുത്താൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഇതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഷാ വലിയുല്ലാഹിക്ക് കയറാൻ കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ വന്ന് നോക്കുമ്പോൾ ഷെയ്ഖും കാണാനില്ല, ഷെയ്ഖിൻ്റെ ആ വെച്ചിട്ട് പേരും കാണാനില്ല. അപ്പോൾ അപ്പുറത്തൊരു ചായക്കടക്കാരുണ്ട്, അയാളോട് ചോദിച്ചു ഇവിടുത്തെ ഷെയ്ഖ് ഇവിടെ പോയി. അറിയില്ല. ഇപ്പോൾ വല്ല നായത്തെ പോകണ്ടില്ല, ഒരു നായ ഇവിടെ നിന്ന് പായണ കണ്ടീനി അറിഞ്ഞ്. ശരിയല്ലേ?
ഈ വിധത്തിൽ പല അത്ഭുതങ്ങളും തോന്നിപ്പിക്കാൻ ശൈത്താന് സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾ ശൈഖുനയുടെ ആളുകളാണത്രേ. മടവൂർ ശൈഖുന ഞങ്ങളാളാണ്. സിറാജിൽ പ്രസ്താവന ഞങ്ങളെ സംഘടനയെ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്ക് പിന്തുണ നൽകിയത് പച്ച കള്ളം പറയാം. അതുകൊണ്ട് മഹാനായ താജുൽ ഉലമ മടവൂർ ശൈഖുനയുടെ ഉറൂസിൽ നടത്തിയ പ്രഭാഷണത്തിലെ പ്രൗഢമായ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഞാൻ ആത്മാർത്ഥമായിട്ട് ഈ ഓർക്കുള്ള കാലം ഏക്കിലെ ഭാഷയിലെ ആടി നടക്കുക മൂപ്പറ വാക്കാണ് എന്നെ നിങ്ങൾ ഹക്കന്റെ മേൽ ഉറച്ചു അങ്ങനെ പോകാൻ പാടില്ല. അത് ധൈര്യമായിട്ട് അങ്ങനെ അപ്പൊ അതിപ്പം നമ്മളെ തങ്ങൾ പറഞ്ഞ കറാമത്ത് തീർത്ത ആളുകളെ നമ്മളറിയാം. മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനായ ശൈഖുൽ മശായിഖ് മടവൂർ ശൈഖുനയുടെ ഉറൂസിൽ പോയിട്ടാണ് പറയുന്നത്, ഞാൻ ഈ പ്രസ്ഥാനത്തിൽ ഉറച്ചു നിന്നത്, ഇതിന് നേതൃത്വം നൽകിയത് മഹാനായ ശൈഖുൽ മശായിഖ് മടവൂർ സിയം വലിയുല്ലാഹി അവരെ വാക്ക് കണ്ടിട്ടാണ്. നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. 1989 നോക്കൂ നിങ്ങൾ, നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. 1989 പിളർപ്പും ശേഷം നടന്ന കാര്യങ്ങളുമാണല്ലോ നമ്മൾ പറയുന്നത്. മഹാനായ പൂക്കോയത്തങ്ങൾ ഇവിടെ പറഞ്ഞു, മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ ഇറങ്ങിപ്പോന്ന്, ഇപ്പൊ ആ ചർച്ച ഇറങ്ങിപ്പോന്നതാണോ പുറത്താക്കിയതാണോ? ഇറങ്ങിപ്പോന്നു എന്ന് ഒരാൾ പറയും, അല്ല ഇറങ്ങിപ്പോന്നത് കൊണ്ട് ഞങ്ങൾ പുറത്താക്കിയെന്ന് ഒരാൾ പറയും. അതിപ്പോ ഇതിലൊക്കെ പറയുന്നതാണ്. അങ്ങനെ മഹാനായ താജുൽ ഉലമ നേരെ പോയത് എങ്ങോട്ടായിരുന്നു? മഹാനായ ശൈഖുൽ മശായിഖ് മടവൂർ ശൈഖുന. മടവൂർ ശൈഖുനയെ കണ്ടിട്ടാണ് ഈ പ്രസ്ഥാനത്തിന് ഞാൻ നേതൃത്വം നൽകിയത് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആളാണ് താജുൽ ഉലമ ഉള്ളാൾ തങ്ങളവറുകൾ. വേറെ ആരെയും കണ്ടിട്ടല്ല, മടവൂർ ശൈഖുനയെ കണ്ടിട്ടാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിന് മുന്നിൽ നിന്നത് എന്ന് മഹാനായ താജുൽ ഉലമ പറയുന്ന വാക്കുകൾ നമുക്ക് കേൾക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് അധികവും പല ആളുകളും അനുഭവം പറയാണ് ചെയ്യാം. പെട്ടെന്ന് നമുക്ക് പറഞ്ഞു തീർക്കേണ്ടതുണ്ട്. ആരാണ് പച്ച കള്ളം പറയുന്നത് എല്ലാവർക്കും അറിയാം. ആ താഴത്തെ കിട്ടുകൊണ്ടാ മനസ്സിലാവും. നമ്മളൊരിക്കലും വിള പറഞ്ഞിട്ടില്ല. ഇവൻ തന്നെ അതിന് മറുപടി പറഞ്ഞെങ്കിൽ വേണ്ടിട്ടേ താജുലമ്മ പോയി താജുലമ്മയോട് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ശ്രീമുരുകാന്റെ ഒറ്റ വാക്കാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കാൻ കാരണം, ഈ പ്രസ്ഥാനത്തിൽ അടിവെച്ച് നിൽക്കാൻ കാരണം. വേറെ ആരും കണ്ടിട്ടില്ല. ശ്രീമുരുകായി എല്ലാ ശക്തിയും ധൈര്യവും താജുലമ്മക്ക് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി നൽകിയിട്ടുണ്ട്. താജുലമ്മ നേതൃത്വം കൊടുത്ത പ്രസ്ഥാനം ഏതാണോ എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ മാത്രമല്ല, മലപ്പുറത്ത് മാത്രമല്ല, എന്റെ കുരുവട്ടൂർ എന്റെ ആശ്രമത്തിൽ വെച്ച് പറഞ്ഞിട്ടില്ലേ. ഇപ്പൊ ശംസുലമ്മന്റെ ആളായപ്പോ മെല്ലെ മാറ്റാൻ നോക്കുക. ഞങ്ങളൊന്നും നടക്കില്ല. താജുലമ്മയിൽ മാതൃക എന്ന് പറഞ്ഞ കാലത്ത് സർവ്വതി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ താജുലമ്മനെ മാറ്റി ഒഴിവാക്കി ശംസുലമ്മയിൽ മാതൃക ഉണ്ട് എന്ന് പറഞ്ഞ് നടക്കുമ്പം അപ്പൊ ശംസുലമ്മ ഒപ്പിച്ച് പറഞ്ഞല്ലോ. ആ പോലെ എന്റെ കുഞ്ഞാള് മുമ്പിൽ നടക്കുള്ളൂ. കുരുവട്ടൂർ ആശ്രമത്തിൽ വെച്ചിട്ട് ഇപ്പം പറഞ്ഞ ഈ കേസുകാർ വഴി ശരിയാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ആ കാലത്ത് പണ്ഡിതന്മാർ പോയത് ഇവിടെ എന്ന് പറഞ്ഞാൽ പറയാം താജുലമ്മ പോയി. എന്നിട്ടോ താജുലമ്മ സീമറിനോട് ചോദിച്ചപ്പോ എന്താ പറയേണ്ടത്? എന്റെ ഇന്നത്തെ വാദം വെച്ച് നിങ്ങൾ ഈ കേസാറിന്റെ കൂടെ നോളി എന്നല്ലേ പറയേണ്ടത്? അത് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല മതി പറഞ്ഞേ. ഒക്കെ ഇജ്ജാ പറയണ്ടേ, ഞങ്ങൾ പറയണ്ട. ഞങ്ങൾ പറയേണ്ടവരോട് പറയേണ്ട സമയത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ടി വന്നാൽ പറയും ചെയ്യും. അതൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല. പക്ഷേ ഇജ് ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ടേ ആ ക്ലിപ്പൂർന്ന് കണ്ടോ? എന്നിട്ട് പച്ചക്കള്ളം പറഞ്ഞെന്ന് പറഞ്ഞാൽ വേറൊരു പച്ചക്കള്ള അതിന്റെ മുകളിൽ എങ്ങനെയുണ്ട്? ഇത് തൊഴിലില്ല നിങ്ങളല്ലേ പറയുള്ളൂ. എത്ര ഞങ്ങൾ എന്നെങ്കിലും സത്യം പറയുന്നുണ്ടോ? ഇല്ല. നേരത്തെ അൻവർ ഉസ്താദ് പറഞ്ഞല്ലോ, ശംസുൽ ഉലമയുടെ ത്വരീത്ത് ശരിയാണോ എന്ന് ചോദിക്കാൻ അക്കാലത്തെ പണ്ഡിതന്മാര് വന്ന ഹദറത്തേതാ? അത് ശൈഖുനയുടെ തിരുഹദറത്താണ്. പോരാ, ഉള്ളാൾ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഇവിടെ പ്രശ്നങ്ങൾ വന്നപ്പോ എല്ലാം ഒഴിച്ചു മാറി നിൽക്കണമോ, എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ ആ ദർബാറിലല്ലേ എത്തിയത്? അൻത അലൽ ഹഖ് എന്ന് പറഞ്ഞപ്പോഴല്ലേ ധീരതയോടെ ഈ ഉമ്മത്തിനെ അവർ കേട്ടില്ലേ? സമസ്തയിലെ പ്രശ്നം വന്നപ്പോഴേ സീമർലാന്റെ അടുത്ത് പോയി എന്താ ചെയ്യേണ്ടത്, എല്ലാം ഒഴിച്ച് മാറി നിൽക്കണോ, അപ്പുറത്തെ ഉസ്താദല്ലേ, എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോ അന്ത അലൽ ഹഖ്, നിങ്ങൾ ഹക്കുമലാണ്, നിങ്ങളെ അതിൽ അടിവരച്ച് നിൽക്കണം. അപ്പൊ താജുലമ്മ എന്ത് ചെയ്തു? ഇവൻ ഇന്നത്തെ വാദപ്രകാരമാണെങ്കിൽ സീമർല എന്ത് പറയണം? നിങ്ങൾ ഈ കേസാരുടെ കൂടെ നോടി
അവിടെയാണ് ഹക്ക് എന്ന് പറയണ്ടേ. അത് പറഞ്ഞില്ല എന്നപ്പം പറയണ്ടേ. അത് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, നിങ്ങളെ ഹക്കിന്റെ മേലാണ് നിങ്ങൾ അതിലടിയുറച്ച് നിൽക്കണം. അങ്ങനെ താജുലും എന്ത് ചെയ്തു? ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുത്തു. താജുലും ഏത് ഉമ്മത്തിന് നേതൃത്വം കൊടുത്ത്? താജുലും നേതൃത്വം കൊടുക്കുമ്പോൾ അവിടെ സംശയമുണ്ട്. സീമുള്ള എന്താ പറഞ്ഞത്? സംശയമിനെ കുറക്കാനാണോ പറഞ്ഞത്? അല്ല, അതാ മലപ്പുറത്ത് പറഞ്ഞത്. ഈ പ്രസ്ഥാനത്തിന് താജുലും നേതൃത്വം കൊടുത്തത് സീമുള്ളാണ് ഒറ്റ വാക്കാണ്. സീമുള്ളാണ് വാക്കില്ലെങ്കിൽ താജുലും നേതൃത്വം കൊടുക്കില്ല. മനസ്സിലായോ? അപ്പൊ ഹക്ക് ശംസുലിമിന്റെ കൂടെ അല്ല, താജുലിമിന്റെ കൂടെ ആരെന്ന് പ്രസംഗിച്ചാണ് ഇവൻ. ഇത് ഗുരുവത്തൂർ ആശ്രമത്തിൽ പ്രസംഗിക്കുമ്പോ പച്ച വലിയിട്ട് ഇരിക്കാണ്ടിരിക്കേ. അതുകൊണ്ട് ശേഖ ഇതൊന്നും നമ്മളെ കൂടെ ഉണ്ടാകത്തില്ല. ഇതൊക്കെ ശംസുലിമിൽ താജുലിമിൽ മാതൃക കണ്ടിരുന്ന കാലത്ത് ഇപ്പൊ താജുലിമ ചിഹ്നത്തെ കിട്ടാൻ സിംഗിളായി. ഇപ്പൊ ശംസുലിമാണ്. ശംസുലിമ സിംഗില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. താജുലിമ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയുണ്ട്? അപ്പൊ ഹക്ക് പറഞ്ഞു അവന്റെ വാക്കിന് ഒരു പഴയ കീറശാക്കും അവന്റെ വാക്കും ഒരേ പോലെയാണ്. എന്ത് പറഞ്ഞാലും മാറ്റി പറയും. ഉറപ്പില്ലാത്ത കാര്യമാണ്. നല്ല മാറ്റം പറ്റി അതൊന്നും നടക്കില്ല മോനെ. ഇനിയും പറഞ്ഞേ, ഇനിയും പറഞ്ഞിട്ട് പറഞ്ഞു എന്റെ കഴിഞ്ഞുണ്ട്. മലപ്പുറത്ത് ശിവാറ പ്രസംഗത്ത് പറഞ്ഞേ. മനസ്സിലായോ? കാലൊന്നും ഞങ്ങൾ നടക്കില്ല. മോനെ ഞാൻ തരാ. അവിടെ നല്ല മാറ്റാൻ വെക്കുക. ഒരു ഞങ്ങൾ പഠിപ്പിച്ചത് ഇജാണ് ഇവിടെ ആദ്യം പഠിപ്പിച്ചത്. ചെറുപ്പം എല്ലാം ഓൻ മാറിയപ്പം ഓനെ കൂടെ കൊണ്ടുപോകാൻ നോക്കുക. മാറ്റി പറഞ്ഞു കണ്ടേ. അതൊന്നും നടക്കില്ല മോനെ. താജുലിമ നേതൃത്വം വിട്ട് ഉമ്മത്ത് വരെ, താജുലിമ നേതൃത്വം വിട്ട് പ്രസ്ഥാനം വരെ. അതാ സിറാജിൽ പറഞ്ഞത്. മനസ്സിലായോ? തല ഇപ്പത്തില്ല അപ്പുറത്താ മന്ത് മറ്റേതല്ല. അജ്ജ 10 നുണമാരുണ്ട്. ഞങ്ങൾ നുണ പറഞ്ഞിട്ടില്ല. 1000 നുണ പറഞ്ഞ് ഞാൻ കാണിച്ചതാ. 1000 ഊട്ടിമാട്ടിലും പച്ചക്കളവും പറഞ്ഞുണ്ട്. എവിടെ കളവ് വരത്ത്? സത്യത്തിൽ അറിയില്ല. കാരണം നുണ പറയാൻ വേണ്ടിയിട്ട് എന്നെ പറിച്ചിട്ടില്ല. ചൈത്താനേത്താലോ. അപ്പൊ ആ ചൈത്താനില്ല നുണല്ലേ പറയുള്ളൂ. അത്ര അറിയില്ലല്ലോ. എന്റെ ഒപ്പമുള്ള 3 ചൈത്താന്മാരാണ് തന്നെ. 60 ചൈത്താന്മാരാ. ഞാൻ ചൈത്താൻ വിളിച്ചിരുന്ന കാര്യമാണ്. അപ്പൊ ഇന്നാമേ കേരളത്തിനെ ചൈത്താൻ വിളിച്ചു. മറ്റേ ചൈത്താണ്ടല്ലോ, ആ പുഴയപോടില്ലേ, ആ കണ്ടാക്കുന്ന ചൈത്താന്റെ മാതിരിയാണല്ലോ. ആ പൂസന്താടിയും കൊറ്റനാടിന്റെ താടി വെച്ചില്ലാണ്ടേ ഓനാ വിളിച്ചു. ചൂടായിട്ട് നമുക്കൊക്കെ വട അങ്ങോട്ടുള്ള പോവാണ്.